പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. സാർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം തിരുവനന്തപുരത്തു നിന്നും വിദ്യ ചോദിച്ചിരിക്കുകയാണ്. സാർ, ഞാൻ കുറച്ച് നാൾ മുമ്പൊരു സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ പാകത്തിന് ഒരു 4 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് കിണർ വരുന്നത്. നമുക്ക് വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് കിണർ വരുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ട്? മറ്റൊരു സ്ഥലത്തും നമുക്ക് കിണർ വരാനുള്ള ഓപ്ഷൻ ഇല്ല, ഇത് ഓൾറെഡി ഈ കിണർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ട്? വീട് വച്ചില്ലല്ലോ. ഇല്ല. വീട് വച്ചില്ലെങ്കിൽ ഒരു പരിഹാരം നമുക്ക് ചെയ്യാം. വടക്ക് പടിഞ്ഞാറുള്ള കിണറിനെ ഒരു മന കെട്ടിത്തിരിക്കുക, വീടിൻ്റെ പുറത്തേക്ക് മാറ്റുക, എന്നിട്ട് നമുക്കിവിടെ വീട് വെക്കുന്നതിന് തടസ്സമില്ല. സാർ, മറ്റൊരു ചോദ്യം, ഇത് മലപ്പുറത്ത് നിന്നും സൈനുദ്ദീൻ ചോദിച്ചിരിക്കുകയാണ്. സാർ, ഞാൻ ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ ആലോചിക്കുന്നു. എൻ്റെ സ്ഥലത്ത് ഇത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള സ്ഥലമാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള സ്ഥലമെന്ന് മാത്രമല്ല, ഇപ്പോൾ പ്ലാൻ ചെയ്ത് വരുമ്പോൾ അതിൽ തെക്ക് പടിഞ്ഞാറ് ഒരു നീളത്തിൽ വരാന്ത വരുന്നുണ്ട്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നീളത്തിൽ വരാന്ത വരുന്നത് നല്ലതാണോ, അതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. മനസ്സിലായി. പടിഞ്ഞാറ് ഭാഗത്ത് നീളത്തിന് വരാന്ത വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലേക്കും വരാന്ത വരുമെന്ന് അർത്ഥം. അപ്പോൾ സാധാരണ കന്നിമൂല ഭാഗം ഒഴിഞ്ഞിടക്കണം, നല്ലതല്ല. സിറ്റ് ഔട്ട് പോലെ വരും, അത് ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് കന്നിമൂല ബെഡ്റൂമിൻ്റെ നേരെ ആ വരാന്ത ഭാഗത്തേക്ക് കിട്ടും. അവിടെ വരാന്ത വേണ്ട. ഇവർക്ക് വേണമെങ്കിലും നേരെ പടിഞ്ഞാറിൻ്റെ വടക്ക് ഭാഗത്ത് നീട്ടി വേണമെങ്കിലും വരാന്ത കൊടുക്കാമല്ലോ. ആ നീട്ടി വേണമെങ്കിൽ ആ കിഴക്കേ മുറ്റോടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ്. എന്തായിരുന്നാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂലയുടെ ഭാഗത്ത് അവിടെ ഓപ്പൺ സ്പേസ് നല്ലതല്ല. എന്തുകൊണ്ടാണ് ഈ ഓപ്പൺ സ്പേസ് നല്ലതല്ല എന്ന് പറയാൻ കാരണം, ഇത് തെക്ക് പടിഞ്ഞാറ് രാഹുവിൻ്റെ സാധനമാണ്. അത് നിരവധി കോണാണ്. വാസുദേവൻ്റെ പാദം വരുന്ന ഭാഗമാണ്. ഇത് അടഞ്ഞിരിക്കേണ്ട ഭാഗമാണ്. അത് ഓപ്പണായിട്ട് നിന്നാൽ സംഭവിക്കുന്നത് നമുക്ക് വീടിൻ്റെ ഒരു സുരക്ഷിത, ചുരുക്കി പറഞ്ഞിരുന്നാൽ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. ആ വീടിൻ്റെ സാമ്പത്തികപരമായിട്ട്, ആരോഗ്യപരമായിട്ട്, മാനസികപരമായിട്ട് വല്ല കാര്യത്തിനൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ടാണ് കന്നിമൂല ഭാഗം തുറന്ന് നിൽക്കരുത്. പല ആൾക്കാരും പറഞ്ഞ രണ്ടാമത്തെ നില കെട്ടുമ്പോൾ ഇപ്പോൾ സ്റ്റെയർ കേസ് കറങ്ങി അടിച്ച് കയറി വരുമ്പോൾ അവർക്ക് ഒരുപക്ഷെ വടക്ക് ഭാഗത്താണ് സ്റ്റെയർ കേസ് ഒന്ന് കയറണമെങ്കിൽ അവർ ഒരു മുറി വേണമെങ്കിൽ വടക്കിഴക്കേ മൂലഭാഗത്ത് ഇപ്പുറത്തെ മുറി എടുത്തിരുന്നാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറി എടുക്കില്ല. അപ്പോഴങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് കന്നിതാന്ന വീടായിട്ട് മാറും. രണ്ടാമത്തെ നില കെട്ടിയിരുന്ന രണ്ടാമത്തെ പണിയുമ്പോൾ ഒരു മുറിയായിരുന്നാലും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറി കെട്ടിയിട്ടേ മറ്റുള്ള ഭാഗത്ത് വരാകും. എന്നാൽ ഒരു ടവർ മാത്രമാണ്, അത് പ്രശ്നമില്ല. ഒരു വീടിൻ്റെ താഴത്തെ നിലയിൽ സ്റ്റെയർ കേസ് ഇറങ്ങി സ്വാഭാവികമായിട്ടും പടിക്കെട്ട് നനയറിയുമ്പോൾ ടവർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നൊരു ഇഷ്യൂ അല്ല. എന്നാൽ അവിടെ ഒരു മുറി കൊടുക്കുകയാണെങ്കിൽ ആ മുറി കൊടുക്കണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കർശനമായിട്ടും ഒരു മുറി പരിപാലിക്കാൻ എടുക്കണം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എങ്ങോട്ടാവണം ഒഴിച്ചിടാം, കുഴപ്പമില്ല, വേണമെങ്കിൽ കെട്ടുകയും ചെയ്യാം. അതുകൊണ്ട് കന്നിതാന്ന വീടെന്ന് പണ്ട് കാലത്ത് പറയുന്നൊരു വാക്ക് ഇതാണ്. രണ്ടാമത്തെ നില കെട്ടുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറി കെട്ടിയില്ലെങ്കിൽ അത് അസ്വസ്ഥയായിരിക്കാൻ വീടെന്ന് അർത്ഥം. സാർ, അത് പലരും എന്നോടും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കന്നിതാന്ന വീടെന്ന് സാർ പറയുമ്പോൾ കന്നിതാന്ന വീടാണെങ്കിൽ അതിൽ എന്ത് ദോഷമാണ് പൊതുവേ ഉണ്ടാകാറ്? അതിൽ ആധികാരികമായിട്ട് പറയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തേക്ക് ഒരു പഴമൊഴി, ഈ പെൺകുട്ടികളെ കല്യാണ കാര്യങ്ങൾക്ക് തടസ്സം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പയ്യൻ വന്ന് കാപ്പുടിച്ച് പോകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്കിൻ്റെ അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസത്തിലേക്ക് ഞാൻ പോകുന്ന ആളല്ല. എങ്കിലും ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉയർന്നിരിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ അവിടെ മുറിയിലൊന്നും താന്നല്ലേ ഇരിക്കുള്ളൂ. അതാണ് ഞാൻ കാണുന്നുണ്ട്. അത് ഊർജ്ജലോകത്തിൻ്റെ ബാഷ്പീകരണത്തിൻ്റെയും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധമുണ്ട്. ഏതായിരുന്നാലും ശരി, മറ്റേ അല്ലാത്ത രീതിയിൽ പറയാൻ ദോഷങ്ങൾ പറഞ്ഞിരുന്നാൽ എന്തായിരുന്നാലും ശരി, തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല പൊങ്ങി തന്നെ നിൽക്കേണ്ടതാണ്. ഇപ്പം നോക്കിയുള്ളൂ, താഴെ തന്നെ ഇരിക്കുന്നത്, താഴെ നമ്മൾ ഒരു നിലയിൽ പണിയുന്നുള്ളൂ. അത് നിൽക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലഭാഗം ഈ മുറ്റം തന്നെ അവിടെ താന്ന് നിൽക്കാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറേ മൂലഭാഗത്ത് മഴവെള്ളം തന്നെ ആ വട വീണ് വടക്കോട്ടോ കിഴക്കോട്ടോ ഒഴി വരത്തക്ക രീതിയിലായിരുന്നു. അല്ലാതെ ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് പോയി കെട്ടരുത്. മുറ്റം ലെവൽ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു 2 ഇഞ്ചെങ്കിലും പൊങ്ങി തന്നെ നിൽക്കണം. ആ രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട്
വീട് നിർമ്മാണത്തിലായിരുന്നാലും ശരി, വീടിൻ്റെ ലെവൽ ചെയ്യുന്നതിനും ശരി കന്നിഭാഗം താഴാൻ പാടില്ലെന്നർത്ഥം. സാർ, അപ്പോൾ മറ്റൊരു ചോദ്യം എന്നോട് എനിക്ക് തന്നെ തോന്നുന്നൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ചില വീടുകൾ നമ്മൾ അല്ലെങ്കിൽ സ്ഥലം പ്ലോട്ടായിട്ട് വാങ്ങുമ്പോൾ അവർ ലെവൽ ചെയ്തിട്ടാണ് തരിക. അപ്പോൾ നമ്മളങ്ങനെ വീട് കെട്ടുകയാണെങ്കിൽ ഈ ഒരു തെക്ക് പടിഞ്ഞാറ് കുറച്ച് മണ്ണിട്ട് പൊക്കിയിട്ട് കെട്ടണം എന്നുള്ളതാണോ അതിൻ്റെ ഒരു ശരിയായ രീതി? ഇല്ല, നമുക്കിപ്പോൾ ഒരു വീട് പണിഞ്ഞ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇൻ്റർലോക്ക് തന്നെ ഇടാൻ പറ്റുള്ളൂ. ഇൻ്റർലോക്കൊക്കെ ഇടുമ്പോഴും നമുക്ക് കുറച്ചൊക്കെ ക്രമീകരിച്ചെടുക്കാമല്ലോ. അവിടെ കൊണ്ട് താക്കാതെ മണ്ണിട്ടൊക്കെ ഇട്ടിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം താൽക്കാതെ നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാമല്ലോ, കുറച്ച് ലെവലാക്കി എടുക്കാമല്ലോ. അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വടക്കോട്ടോ കിഴക്കോട്ടോ അല്പം ചെല്ലും, ഒരുപാട് ചെല്ലുമല്ല, അല്പം വെള്ളം വീണ വെള്ളം ഓടി വരണമല്ലേ, അത്രയും മാത്രം മതി. അവിടെ താഴെ നിന്നർത്ഥം. സാർ, ഇപ്പോൾ അതിനോട് ചേർന്ന ഒരു ചോദ്യം കൂടെ, അതായത് ചില വീടുകളിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റെയർ കേസും അതിനോട് ചേർന്നൊരു സ്റ്റെയർ റൂമും വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ചെല്ലുമ്പോൾ അത് റൂമാക്കി എടുക്കുന്നുണ്ട്. അത് നല്ലതാണോ? അതിൻ്റെ എന്തെങ്കിലും ദോഷം? അതായത് നമുക്ക് വെയിറ്റുള്ള നിർമ്മാണം എന്നുള്ള ഒരു കണക്കിന് തെക്ക് പടിഞ്ഞാറ് സ്റ്റെയർ കേസ് കൊടുത്തുകൂടാ എന്നില്ല. സ്റ്റെയർ കേസ് കൊടുക്കാം. എന്നാൽ ഈ പറഞ്ഞതിൽ നമ്മുടെ വീടിൻ്റെ മറ്റെല്ലാ ഭാഗത്തും മുറികളിലൊക്കെ ആക്കിയിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ സ്റ്റെയർ കേസ് കറങ്ങി വന്നിട്ട് ഉയരെ കൊണ്ട് ടവർ കൊടുക്കാൻ പാടില്ല. അത് നല്ലതല്ല. നമുക്ക് വെളിയിൽ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് വെളിയിൽ കൂടെ സ്റ്റെയർ കേസ് നിർമ്മിച്ച് പോകുന്നതിന് തടസ്സമില്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മുറി നിൽക്കുന്നതാണ് ഐശ്വര്യം. അപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിൽ നമുക്ക് സ്റ്റെയർ കേസ് കൊടുത്ത് തെക്ക് ഭാഗത്ത് പിന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്, തെക്ക് ഭാഗത്ത് എങ്ങോട്ട് നോക്കി കയറണം. സ്റ്റെയർ കേസ് കിഴക്കോട്ട് നോക്കി കയറരുത്, കിഴക്കോട്ട് നോക്കി കയറരുത്. ഏറ്റവും നല്ലത് എന്നിട്ടെന്നാൽ തെക്കോട്ട് നോക്കി കയറുന്നതാണ് നല്ലത്. തെക്കോട്ട് നോക്കി കയറി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞ് ക്ലോക്ക് വൈസ്. വേണ്ടി വന്നാൽ വടക്കോട്ട് നോക്കി പടിഞ്ഞാറോട്ട് നോക്കി കയറാം, പടിഞ്ഞാറോട്ട് നോക്കി കയറി വടക്കോട്ട് നിന്ന് കിഴക്കോട്ട് തിരിയും, അതും ക്ലോക്ക് വൈസ്. മൂന്നാം സാധനമാണ് വടക്കോട്ട് നോക്കി കയറി കിഴക്കോട്ട് വന്ന് തെക്കോട്ട് വരാം, അങ്ങനെ വരാം ക്ലോക്ക് വൈസ്. എന്നാൽ കിഴക്കോട്ട് നോക്കി കയറുന്നത് ഒഴിവാക്കണം, സ്റ്റെയർ കേസ് എടുക്കണം. അത്രയേ ഉള്ളൂ. സാർ, അങ്ങനെ കിഴക്കോട്ട് നോക്കി കയറുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? സൂര്യൻ്റെ കണക്കുകൊണ്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. സൂര്യൻ്റെ ഉദയം, സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ്റെ നേരെ നമ്മളൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. അത് അങ്ങോട്ടുള്ള നോക്കി കയറ്റം നല്ലതല്ല, സൂര്യനോട് ബന്ധപ്പെട്ടാണ്. എന്നാൽ പടിഞ്ഞാറാണെങ്കിൽ നാം ബാക്കിലേക്കേ വരുള്ളൂ. കിഴക്കെന്ന് വെച്ചാൽ കിഴക്കോട്ട് അതിനാണ് പറയുന്നത്. കിഴക്കോട്ട് നോക്കി കയറണം, ആ സൂര്യനോട് ബന്ധപ്പെട്ട കണക്കിനാണ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ തെക്കും പടിഞ്ഞാറ് മൂലഭാഗം, ആ ഭാഗത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ മനസ്സുകളിലുണ്ടായിരുന്നു. അതാണ് ഞങ്ങളിവിടെ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലും ചോദിച്ചത്. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.